ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷമാണ്. അതിനകത്ത് ന്യായം ആരുടെ പക്ഷത്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത്. ആദ്യം നമുക്ക് ഇസ്രായേലിൻ്റെ ചരിത്രം നോക്കാം. ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കോബിൻ്റെ സന്തതികളായി വന്ന തലമുറകളെയാണ് നമ്മൾ ഇസ്രായേൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുമ്പം മെയിനായിട്ട് ജൂതന്മാരുടെ വംശമടങ്ങിയ രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേൽ പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. സോളമൻ രാജാവിൻ്റെ ഭരണത്തിന് ശേഷം ഇസ്രായേൽ, ജൂത എന്നീ രണ്ട് രാഷ്ട്രങ്ങളായി വിഭജിക്കപ്പെട്ടു. പിന്നീട് BC 8-ാം നൂറ്റാണ്ടിൽ അസേറിയൻസ് ഇസ്രായേൽ കീഴടക്കി. അതിനെ അസേറിയൻ പ്രവാസം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സമയത്ത് അസേറിയൻ സാമ്രാജ്യം ഇസ്രായേലിൻ്റെ വടക്കൻ രാജ്യം കീഴടക്കുകയും അനേകം ഇസ്രായേലുകളെ നാട് കടത്തുകയും ചെയ്തു. അതിനുശേഷം BC 6-ാം നൂറ്റാണ്ടിലാണ് ബാബിലോണിയക്കാർ ഇസ്രായേൽ കീഴടക്കുന്നത്. നെബൂഖദ്നേസർ രണ്ടാമൻ രാജാവിൻ്റെ കീഴിലുള്ള സൈന്യം നിയോ ബാബിലോണിയൻ സാമ്രാജ്യം സ്ഥാപിക്കുകയും യഹൂദരുടെ തെക്കൻ രാജ്യം കീഴടക്കി ആദ്യത്തെ ക്ഷേത്രം നശിപ്പിക്കുകയും നിരവധി യഹൂദന്മാരെ ബാബിലോണിലേക്ക് നാട് കടത്തുകയും ചെയ്തു. അതിനുശേഷം റോമൻ പ്രവാസമാണ്. അത് 1ഉം 2ഉം നൂറ്റാണ്ടുകളിലാണ് സംഭവിച്ചത്. റോമ സാമ്രാജ്യം യഹൂദ കലാപങ്ങളെ തകർക്കുകയും CE 70-ൽ രണ്ടാം ക്ഷേത്രം നശിപ്പിക്കുകയും യഹൂദന്മാരെ റോമൻ സാമ്രാജ്യത്തിലുടനീളം ചിതറിക്കുകയും ചെയ്തു. അങ്ങനെ അസീറിയൻ, ബാബിലോണിയൻ, റോമൻ എന്നീ 3 പ്രവാസങ്ങളിലൂടെ ജൂതന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ ജൂതന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കപ്പെട്ടു. ഇനി ഇവരെങ്ങനെയാണ് ഇസ്രായേലിലേക്ക് വന്നതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ചരിത്രം കുറച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. പണ്ട് ഇസ്രായേൽ, പാലസ്തീൻ എന്നീ പറയുന്ന പ്രദേശങ്ങൾ ഓട്ടോമൻ എംപയറിൻ്റെ ഭാഗമായിരുന്നു. 1878 രേഖകൾ പ്രകാരം ആ പ്രദേശത്തെ 80% മുസ്ലിങ്ങളും 10% ക്രിസ്ത്യാനികളും 3% ജൂതന്മാരും ജീവിച്ചിരുന്നു. പിന്നീട് 1898 തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന വ്യക്തി സിയോണിസ്റ്റ് പ്രസ്ഥാനം ആരംഭിച്ചു. സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ജൂതന്മാർ ഇസ്രായേലിലോട്ട് വരികയും അവിടെ ഇസ്രായേൽ എന്ന പേരിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്യണം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനത്തെയാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1-ാം ലോക മഹായുദ്ധം ആരംഭിച്ചത്. 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ബ്രിട്ടീഷുകാർ ജൂതന്മാരുമായി ബാൽഫർ ഡിക്ലറേഷൻ എന്ന പേരിൽ ഒരു കരാറുണ്ടാക്കി. ഈ കരാർ അനുസരിച്ച് ജൂതന്മാർ ബ്രിട്ടനെ 1-ാം ലോക മഹായുദ്ധത്തിൽ സഹായിക്കുകയാണെങ്കിൽ ജൂതന്മാർക്ക് ഒരു സെപ്പറേറ്റ് രാജ്യം ഉണ്ടാക്കി കൊടുക്കാമെന്ന് ബ്രിട്ടൻ വാഗ്ദാനം ചെയ്തു. അതൊരു ചതിയായിരുന്നു. അതേസമയം ഷാരിഫ് ഹുസൈൻ എന്ന് പറയുന്ന മെക്കയിലെ രാജാവുമായിട്ട് കരാറുണ്ടാക്കി. അതായത് പാലസ്തീനികൾക്ക് വേണ്ടി ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കാമെന്ന്. എന്നാൽ ഇതേ സമയം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ധാരണയുണ്ടാക്കി രണ്ടുപേരും കൂടി ഓട്ടോമൻ എംപയറിൻ്റെ കിട്ടുന്ന ഭാഗം വീതിച്ചെടുക്കുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ രണ്ടു കൂട്ടരെയും ബ്രിട്ടീഷുകാർ വഞ്ചിക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ തന്ത്രമാണ് ഇവിടെ അവർ പ്രയോഗിച്ചത്. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം അവർ ഇസ്രായേൽ, പാലസ്തീൻ എന്നീ ഇപ്പോഴത്തെ ഈ പ്രദേശങ്ങളുള്ള ഭാഗം ബ്രിട്ടൻ്റെ ഒരു കോളനിയാക്കി മാറ്റി. ബാൽഫർ ഡിക്ലറേഷനിൽ പറഞ്ഞ കാര്യം ഒരു പരിധിവരെ നടത്തേണ്ടതിന് ജൂതന്മാരെ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി അനുവദിച്ചു. ഇത് അവിടുത്തെ അറബ് പോപ്പുലേഷന് ഇഷ്ടമായില്ല. അവർ ഇതിനെതിരെ പ്രതികരിച്ചു. ഒരു വയലന്റ് അറ്റാക്കായി മാറി. എന്നാൽ ജൂതരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ ഈ റിവോൾട്ട് അടിച്ചമർത്തി. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഒരു വൈറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്തു. അതിൽ പറഞ്ഞത് ഒരു പരിധിയിൽ കൂടുതൽ ഇസ്രായേൽക്കാർ വരരുതെന്നും 10 വർഷത്തിനുള്ളിൽ ഒരു അറബ് ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കും എന്നുമാണ്. ഇത് രണ്ടു കൂട്ടർക്കും ഇഷ്ടമായില്ല. അതിനെ തുടർന്ന് ഇതിനെ രണ്ടു കൂട്ടരും എതിർത്തു. ഈ സമയം ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ഹോളോകോസ്റ്റ് ആരംഭിച്ചു. അതിനെ തുടർന്ന് ഒരുപാട് ജൂതർ ഇസ്രായേലിലോട്ട് വന്നു. കാരണം അവർക്ക് യൂറോപ്പിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഹിറ്റ്ലർ എല്ലാ ജൂതന്മാരെയും തെരഞ്ഞുപിടിച്ച് കൊല്ലുകയായിരുന്നു. പിന്നീട് 2-ാം ലോക മഹായുദ്ധം അവസാനിച്ചു. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഈ കോളനി കയ്യിൽ വെക്കാൻ കഴിയാതെയായി. ബ്രിട്ടീഷുകാർ അതുകൊണ്ട് ഈ പ്രശ്നത്തെ ഐക്യരാഷ്ട്രസഭയിലേക്ക് കൊണ്ടുവന്നു. ഐക്യരാഷ്ട്രസഭ തുടർന്ന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അത് ചിത്രത്തിൽ കാണുന്ന പോലെ ഇസ്രായേൽ, പാലസ്തീൻ എന്നീ 2 രാജ്യങ്ങളുടെ സ്ഥാപനമായിരുന്നു. ജെറുസലേം പ്രദേശത്തെ ഒരു ഇന്റർനാഷണൽ സ്ഥലമായി വെക്കാമെന്നും ഐക്യരാഷ്ട്രസഭ സൊല്യൂഷൻ വെച്ചു. ഇതിനെ ജൂതർ അംഗീകരിച്ചതിനെ തുടർന്ന് 1948 ഇസ്രായേൽ എന്ന രാജ്യം നിലവിൽ വന്നു. അറബ് രാഷ്ട്രങ്ങൾക്ക് ഇതിഷ്ടമായില്ല. അറബ് രാഷ്ട്രങ്ങൾ അറബ് ലീഗ് എന്ന പേരിൽ സംഘം ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു.
1948-49 അറബ് ഇസ്രായേൽ യുദ്ധം ഇസ്രായേൽ ജയിക്കുകയും ഇസ്രായേൽ എന്ന രാജ്യം വലുതാവുകയും ചെയ്തു. കാരണം ഇസ്രായേൽ അറബ് രാഷ്ട്രങ്ങളുടെ കുറേ പ്രദേശങ്ങൾ പിടിച്ചെടുത്തിരുന്നു. 1967 സിക്സ് ഡേയ്സ് വാർ എന്ന പേരിൽ രണ്ടാമതൊരു വാർ നടന്നു. ഇസ്രായേൽ ആ യുദ്ധം ജയിക്കുകയും ഈജിപ്തിന്റെ സീനായ് പെനിൻസുല പിടിക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം ഇസ്രായേൽ പിടിച്ച പ്രദേശം തിരിച്ചു കൊടുത്തു. ഇങ്ങനെ അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് അവസാനിക്കുകയും പാലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് തുടങ്ങുകയും ചെയ്തു. ഈ സമയം പല ലിബറേഷൻ മൂവ്മെന്റുകളും വളർന്നു വന്നു. ഇസ്രായേൽ കുറച്ച് എക്സ്ട്രീമായ കാര്യങ്ങൾ ചെയ്തു. ഇസ്രായേൽ പൗരന്മാർക്ക് പാലസ്തീൻ എന്ന പ്രദേശത്ത് സെറ്റിൽ ചെയ്യാൻ അവസരം കൊടുത്തു. തുടർന്ന് ഇവരുടെ സംരക്ഷണത്തിനെന്ന പേരിൽ പോലീസിനെയും പട്ടാളത്തെയും ഈ പ്രദേശത്ത് കടന്നു പോകാൻ ഇസ്രായേൽ അനുവദിച്ചു. ഈ സമയം പാലസ്തീനിൽ ഇൻതിഫാദ എന്ന മൂവ്മെന്റ് തുടങ്ങി. ഗാസയിൽ ഹമാസ് എന്ന പേരിൽ സംഘടന വളർന്നു വന്നു. തുടർന്ന് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഈ പ്രശ്നത്തിൽ ഇടപെടുകയും 1993 ഓസ്ലോ അക്കോർഡ് എന്ന എഗ്രിമെന്റ് കൊണ്ടുവരികയും ചെയ്തു. ഇത് ഇസ്രായേൽ പാലസ്തീൻ എന്നീ രണ്ട് രാജ്യങ്ങൾ അനുവദിക്കുന്നതായിരുന്നു. എന്നാൽ രണ്ട് രാജ്യത്തെയും എക്സ്ട്രീം ഓർഗനൈസേഷൻ ഇത് അംഗീകരിച്ചില്ല. വീണ്ടും അതൊരു വയലൻസിലേക്ക് പോയി. ബ്രിട്ടീഷുകാരുടെ കൊളോണിസ്റ്റ് ആറ്റിറ്റ്യൂഡായിരുന്നു ഈ പ്രശ്നത്തിന് തുടക്കം കുറിച്ചത്. എന്നാൽ അത് പിന്നീട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കോൺഫ്ലിക്റ്റായി മാറി. ഇതൊക്കെയാണ് ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റിനെ പറ്റി പറയാനുള്ള പ്രധാന കാര്യങ്ങൾ. ഇത്രയും വന്ന ഇതിന്റെ ഒരു പ്രശ്നത്തിന്റെ ഹിസ്റ്ററിയാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇപ്പോഴത്തെ കോൺഫ്ലിക്റ്റിന്റെ കാര്യം നോക്കാം. 2023 ഒക്ടോബർ 7 ഗാസ ഭരിക്കുന്ന ഹമാസ് ഇസ്രായേലിനെതിരെ വലിയ തോതിലുള്ള ആക്രമണം ആരംഭിച്ചതോടെയാണ് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ഗണ്യമായി വർദ്ധിച്ചത്. ഈ ആക്രമണത്തിൽ റോക്കറ്റ് വെടിവയ്പ്പും ഇസ്രായേൽ പ്രദേശത്തിലേക്കുള്ള നുഴഞ്ഞുകയറ്റവും ഉൾപ്പെടുന്നു. ഇത് നിരവധി ആളപായങ്ങൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾക്കും കാരണമായി. ഒക്ടോബർ 27 ശേഷമുള്ള പ്രധാനപ്പെട്ട ഇവന്റുകൾ ഇനി നോക്കാം. ഹമാസ് ആക്രമണം. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ അപ്രതീക്ഷിത ആക്രമണം നടത്തി. ആയിരക്കണക്കിന് റോക്കറ്റുകൾ തൊടുത്തുവിടുകയും പോരാളികളെ അതിർത്തിക്കപ്പുറത്തേക്ക് അയക്കുകയും ചെയ്തു. ആക്രമണം ഉയർന്ന തോതിലുള്ള ഇസ്രായേലിന് നാശനഷ്ടങ്ങൾക്കും വ്യാപകമായ നാശത്തിനും കാരണമായി. മറുപടിയായി ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും നേതൃത്വം ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഗാസയിൽ വിപുലമായ സൈനിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് വ്യോമാക്രമണവും ഗ്രൗണ്ട് ഓപ്പറേഷനുകളും നടത്തി. ഗാസയിൽ കാര്യമായ ആളപായത്തിനും പലായനത്തിനും കാരണമായി. സംഘർഷം ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിയിൽ കലാശിച്ചു. ആയിരക്കണക്കിന് സിവിലിയന്മാർ ഇരുവശത്തും മരിച്ചു. അന്താരാഷ്ട്ര സംഘടനകളും രാജ്യാന്തര വെടിനിർത്തലും ബാധിത പ്രദേശങ്ങൾക്ക് മാനുഷിക സഹായവും ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര സമൂഹം അഗാധമായ ഉത്കണ്ഠാകുലരായിരുന്നു. വിവിധ രാജ്യങ്ങളും സംഘടനകളും സംഘർഷം കുറയ്ക്കുന്നതിനും സമാധാന ചർച്ചകൾക്കും ആഹ്വാനം ചെയ്തു. ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും മധ്യസ്ഥത വഹിക്കാനും മാനുഷിക സഹായം നൽകാനും പ്രവർത്തിച്ചു. സമാധാനത്തിനുള്ള ആഹ്വാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇടയ്ക്കിടെയുള്ള ആക്രമണങ്ങളും സൈനിക നടപടികളുമായി സംഘർഷം തുടരുന്നു. ഇരുപക്ഷവും നീണ്ടുനിന്ന സംഘട്ടനത്തിൽ കഷ്ടപ്പെടുന്ന സാഹചര്യം അസ്ഥിരമായി തുടരുന്നു. ഈ സമീപകാല വർധനവ് ദീർഘകാലവും സങ്കീർണവുമായ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന്റെ ഭാഗമാണ്. അതിന്റെ വേരുകൾ ചരിത്രപരവും രാഷ്ട്രീയവും പ്രാദേശികവുമായ തർക്കങ്ങളിൽ ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ളതാണ്. ഇനി ഈ പ്രശ്നത്തിൽ ന്യായം ആരുടെ പക്ഷത്താണെന്ന് നോക്കാം. ഈ പ്രശ്നത്തിലെ ന്യായം പറയുമ്പോൾ നിങ്ങളുടെ മകളെയോ മകനെയോ ഏതെങ്കിലും ഒരു പക്ഷത്ത് കൊല്ലപ്പെടുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ചിന്തിക്കുക ആ പക്ഷമാണ്. അപ്പം ചിന്തിക്കുക നിങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പക്ഷമാണ് അവരെ കൊന്നതെന്ന് ചിന്തിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ ഇസ്രായേലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ പാലസ്തീനിൽ താമസിക്കുന്ന നിങ്ങളുടെ മകനോ മകളോ മരിച്ചതായി സങ്കല്പിക്കുക. നിങ്ങൾ അതേസമയം പാലസ്തീനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇസ്രായേലിൽ മരിക്കുന്ന നിങ്ങളുടെ മകനെയോ മകളെയോ പറ്റിയോ മനസ്സിൽ ചിന്തിക്കുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ സമയത്ത്? ഇതേ മാനുഷികതയാണ് ഓരോ യുദ്ധത്തിലും തോറ്റു പോകുന്നത്. അപ്പോൾ യുദ്ധത്തിലെ ഒരു വാറും ജസ്റ്റ് വാർ അല്ല എന്ന് പറയുന്നത് ഇതേ കാരണത്താലാണ്. ഓരോ യുദ്ധവും മനുഷ്യകുലത്തിന് തീരാത്ത നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. മാനവികതയാണ് യുദ്ധത്തിൽ തോൽക്കുന്നത്. ഒരു പക്ഷവും പൂർണ്ണമായ രീതിയിൽ ശരിയുമല്ല തെറ്റുമല്ല. നേരെ മറിച്ച് മാനവികതയുടെ വൻ പരാജയമാണ് ഓരോ യുദ്ധത്തിലും സംഭവിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തെപ്പറ്റി പറയാനുള്ള പ്രധാന കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.